പുതിയ ക്യാമറമാനെ കിട്ടിയിട്ടുണ്ട്. കുട്ടിക്ക് പോട്ട് അതന്നെ എനിക്ക് സമയമില്ല. ഞാൻ കുളിച്ച് വേഗം പോട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അവസാനം എന്റെ ഹാൻഡ് ഓവർ വിടാൻ എനിക്ക് അവരെ ഞാൻ കാരണം അത്ര അതുകൊണ്ട് ഒരു അതിനകത്തൊരു മറ്റേ നമ്മുടെ മുറുക്കും കുഞ്ഞുമണി ഇത് കാസറോൾ ആയിരിക്കും. സാധാരണ ഇതൊന്നും മേടിക്കുന്നതല്ല. ക്രിസ്മസ് ആയതുകൊണ്ട് ഞങ്ങൾ ഇതെല്ലാം മേടിച്ചു. ഞങ്ങളൊരു 1 മണിക്കൂർ ഷോപ്പിംഗ് എന്തൊക്കെ മേടിക്കാൻ പറ്റുന്ന രീതിയിൽ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെൽക്കം ടു കൈപ്പൻ വ്ളോഗ്സ്. മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു സൂപ്പർ ഫാസ്റ്റ് ഷോപ്പിങ്ങിന് പോവാണ്. ഒരാൾ റെഡി ആയിക്കുന്നു. നക്ഷത്രം തിളങ്ങി നിൽക്കുന്നു. ആ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്ത് പറഞ്ഞേ? ഓ ചമാ ചമാ ചാ. അപ്പോൾ വെൽക്കം ടു കൈപ്പൻ വ്ളോഗ്സ്. നമ്മൾ ഇന്ന് 1 മണിക്കൂർ കൊണ്ട് ഒരു ഷോപ്പിംഗ്. നമുക്ക് 5 നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. നൈറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഉറക്കത്തിൽ എഴുന്നേറ്റിരിക്കുകയാണ്. അതാ തൂങ്ങിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നാളെ 5 നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. എനിക്ക് എന്താ 2 ദിവസം ഓഫാണ്. അപ്പം നാളെ കഴിഞ്ഞിട്ട് എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പം 5 ദിവസം കണ്ടിന്യൂസ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഷോപ്പിങ്ങിന് പോകാൻ കുഞ്ഞുമണി അങ്ങനെ സമയം കിട്ടുന്നില്ല. നമ്മളൊരു വ്ളോഗ് ചെയ്തിട്ട് കുറേ നാളായി അല്ലേ? സമയം കിട്ടുന്നില്ല ഡ്യൂട്ടി കാരണം. അതുകൊണ്ട് ഓട്ടമാണ് ലൈഫ്. ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. പുതിയ ക്യാമറമാനെ കിട്ടിയിട്ടുണ്ട്. ക്യാമറകള് നവംബറായി. കുഞ്ഞുമണിയുടെ ബർത്ത്ഡേ മാർച്ച്. നവംബറായി, അടുത്ത ഡിസംബറായി, ഇപ്പൊ ക്രിസ്മസ് ആയി. ഇപ്പൊ അപ്പൊ നമുക്ക് ഷോപ്പിംഗ് തുടങ്ങാം. സമയം പോയി ഓടിവാ. എല്ലാരും റെഡിയായി പോകാൻ. നല്ല കുഞ്ഞുമണി തലയിൽ തുപ്പിയൊക്കെ വെച്ചിട്ട് പ്ലേ സ്റ്റേഷൻ പോ ഇറങ്ങ. കവർ എടുത്ത് ഇത് മതിയോ? ഒരെണ്ണം പോരെ? അല്ല ഈ കവർ മതിയോ? ഇപ്പൊ തൽക്കാലം അതേ കണ്ടുള്ളൂ. നല്ല തണുപ്പാട്ടോ, -ആയി. അപ്പൊ നമുക്ക് കയറി നോക്കാം. കുഞ്ഞുമണി സെറ്റായി. കുഞ്ഞുമണി താണ്ട വണ്ടി കയറിയപ്പോ എല്ലാം ഊരിക്കളയുന്നു. അപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് ഉണ്ട് കേട്ടോ കടയിലോട്ട്. നമ്മള് ആ കടയിൽ വന്ന് അപ്പനും മക്കളും കൂടെ പേഴ്സ് എടുക്കാൻ മറന്നു പോയ കാരണം എന്നെ ഇവിടെ ഇട്ടിട്ട് എടുക്കാൻ പോയേക്കാം. അപ്പോൾ അവർ വരുമ്പോഴേക്കും അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കാർഡ് ഇല്ലെങ്കിൽ 100 പൗണ്ടിൽ കൂടുതലായി കഴിഞ്ഞാൽ കാർഡ് പേയ്മെൻറ്റ് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഫോണിലേ നമുക്ക് ടാപ്പ് ചെയ്ത് ഇതാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ കാർഡ് എടുക്കാൻ പോയേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഓടിപ്പടച്ച് തിരിച്ചു വന്ന് നാട്ടെ കുഞ്ഞുമണി വണ്ടി കയറി. എങ്ങോട്ട് എവിടെ പോവാ? കട്ട ഷോപ്പിംഗ് ആണ്. 5 ഇതാണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓട്സും ശുങ്കൂര് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഇവിടെ ടെസ്കോയാണ്. ക്രിസ്മസിൻ്റെ ഫുള്ള് കുറേ കാര്യങ്ങൾക്കൊക്കെ ഓഫറുണ്ട് കേട്ടോ. നേരെ പോകാം അടുത്ത കാര്യം എടുക്കാൻ വേണ്ടി. ഡാഡി എടുക്കണ്ടേ? അമ്മി എടുത്താൽ മതി കേട്ടോ. ഷോപ്പിങ്ങിന് വരുമ്പോൾ അയാൾക്ക് അമ്മി എടുക്കണം, നമ്മളെടുക്കണ്ട. കുറച്ച് നഗറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത്. സാധാരണ ഇതൊന്നും മേടിക്കുന്നതല്ല. ക്രിസ്മസ് ആയതുകൊണ്ട് ഞങ്ങൾ ഇതെല്ലാം മേടിച്ചു. ഞങ്ങളൊരു 1 മണിക്കൂർ ഷോപ്പിംഗ് എന്തൊക്കെ മേടിക്കാൻ പറ്റുന്ന രീതിയിൽ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 7:15. എൻ്റെ കാറിനകത്ത് എനിക്ക് ഏകദേശം ഒരു 15 മിനിറ്റ് ലോസ് ആയിപ്പോയി. മേടിക്കാൻ ഫെരാറോ റോഷയുടെ ഓഫറുണ്ട് കേട്ടോ. ആണ്ട് ഇവിടെ ഉണ്ടാണ്ട്. ഇത് 7.50 ഉള്ളൂ. 7.50. ക്ലബ് കാർഡ് വേണം കേട്ടോ. ടെസ്കോയുടെ കാർഡ് ഉള്ളവർക്കാണ് കൂടുതലും. അപ്പോൾ ഇത് നമുക്ക് കുറച്ചെടുക്കാം. ഫുള്ള് ക്രിസ്മസ് ഷോപ്പിംഗ് ആണേ. അതുകൊണ്ട് ഇവിടെ ക്രിസ്മസിൻ്റെ ഉടുപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ജാക്കറ്റും ജമ്പറും. അതുകൊണ്ട് ഇതിൻ്റെ ഫെരാറോഷൻ്റെ ചെറുത് കിടക്കണം. അതിന് 5.5 പൗണ്ടേ ഉള്ളൂ. നമ്മൾ കുറച്ച് ബോക്സ് മിഠായിക്ക് മേടിക്കാം. മിഠായിക്കെല്ലാം നല്ല ഓഫർ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലും കുറയും കേട്ടോ കുറച്ചുകൂടെ കഴിയുമ്പം. കുഞ്ഞുമണിയുടെ പാൽപ്പൊടി SMI ഒരു 2 എടുത്തു. 13.50 നമുക്ക് ഓൺലൈനിൽ കിട്ടുവാണെങ്കിൽ 11 രൂപയ്ക്ക് കിട്ടും കേട്ടോ. 10 പൗണ്ട് കിട്ടും ആമസോണിൽ. കുഞ്ഞുമണിയുടെ പാമ്പേഴ്സ് 2 20 പൗണ്ട്. നമ്മൾ
പുറത്തൊക്കെ പോകുമ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, പാമ്പേഴ്സ്. സമയം 7:30 ഇറച്ചി സെക്ഷനാണ് കേട്ടോ. ലാർജ് ഒരു കിലോയ്ക്ക് 17 പൗണ്ട് കേട്ടോ ബീഫിന്. നമുക്ക് കുറച്ച് ചിക്കൻ വേണം. ഒരു ബാഗ് നിറഞ്ഞു, അല്ല ഒരു വണ്ടി നിറഞ്ഞു. കുഞ്ഞുമണി അവിടെ ഇവിടെ എല്ലാം വാരി വലിച്ച് കയറുകയാണ് കേട്ടോ. ഞങ്ങളുടെ ഷോപ്പിംഗ് ഒരുവിധം കഴിഞ്ഞാണ്ട് ബില്ലടിക്കാൻ നിൽക്കുന്നത്. അഞ്ഞോ കുഞ്ഞുമണിഞ്ഞോ. ഇവള് പുറത്തിറങ്ങി ഇതാണ് പ്രശ്നം, പറന്ന് കിടക്കും. അഞ്ഞോ അത് തള്ളിയിടരുത്. അച്ഛനാണ്ടേ, അച്ഛനെ കളിപ്പിക്കാൻ വിട്ടതാ. ക്രിസ്മസിന്റെ ഫുൾ ഓഫറാണ് കേട്ടോ. വലിയ ടെസ്കോ ആണിത്. അപ്പോൾ ഞങ്ങൾ അതിസാഹസികമായിട്ട് 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. നാട്ടെ 2:30 കടന്ന് ഓടുന്നത്. മതി, ഇനിയിപ്പോൾ വണ്ടി കയറി നമുക്ക് ബാക്കിയെടുക്കാം. വണ്ടി അപ്പുറത്താണ്. 8 പറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. 8 മണി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞങ്ങൾ ഇനി 5 ഡ്യൂട്ടി ഉണ്ട്. കുറച്ച് സമയമേ ഉള്ളൂ. ഞാൻ റെഡി ആവണം ഇനി. അതെ, ഇനി ഓരോ ഓട്ടപ്പാച്ചിലാണ്. അതൊക്കെ പോട്ടെ, നാട്ടിൽ പൈസ ഇട്ടായിരുന്നോ? പൈസ ഇടാൻ വേണ്ടി ഞാൻ മറ്റേ അസ്പോറയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതെ, നമസ്കാരം രാജേഷ്. മലയാളത്തിലാണോ? നമ്മുടെ ഏത് സ്ഥലം ഏതാന്ന് നോക്കി കഴിഞ്ഞാല് അത് കൃത്യമായിട്ട്, മീൻസ് നമ്മുടെ കേരള ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ് ഏതാന്നുള്ളത് മേളിൽ അതിൻ്റെ ഇത് വരും, വെൽക്കം പറഞ്ഞുകൊണ്ട് വരും. പിന്നെ ഇതിൻ്റെ ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അസ്പര നമ്മൾ നാട്ടിലോട്ട് പൈസ അയക്കുന്ന ഒരു ആപ്പാണ്. അത് നമ്മുടെ ലൈവ് ഗൂഗിൾ റേറ്റ് എത്രയാണോ ആ റേറ്റിന് നമുക്ക് നാട്ടിലോട്ട് പൈസ അയക്കാൻ പറ്റും. പിന്നെ നമുക്ക് കുറേ ആപ്പ് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ നിലവിലുള്ള പല ആപ്പുകളിൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത്. ഞാൻ നോക്കുമ്പോൾ ഇതിനകത്താണ് എപ്പോഴും കൂടുതൽ പൈസ കിട്ടുന്നത്. പിന്നെ നമ്മുടെ ഇത് വഴി ഒരു കോഡുണ്ട്, കൈപ്പൻസ് 10 എന്ന് പറഞ്ഞൊരു കോഡ്. ആ കോഡ് വെച്ചിട്ട് നമ്മൾ നാട്ടിലോട്ട് പൈസ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഫീ ഇല്ല, ഫ്രീ ആണ്. അതുപോലെ തന്നെ 500 പൗണ്ട് കൂടുതൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ 20 GBP, അതായത് പൗണ്ട് 500 പൗണ്ട് കൂടുതൽ നമ്മുടെ ഇതിനകത്ത് ആഡാവും. അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട്. കൈപ്പൻസ് 10 എന്ന് പറഞ്ഞ കോഡ് അയച്ചു നോക്കുകയാണെങ്കിൽ, ആദ്യമായിട്ട് നാട്ടിലോട്ട് ആരെങ്കിലും ഇത് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കോഡ് അടിച്ച് നോക്കുക, ട്രൈ ചെയ്യുക. നല്ല ആപ്പാണ്, നല്ല ഒരുപാട് റിവ്യൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 6 ലക്ഷം വരെ NRIs ട്രസ്റ്റ് ചെയ്ത് പൈസ നാട്ടിലോട്ട് അയക്കുന്ന ഒരു പുതിയ ആപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസാക്ഷൻ ഫീ 3 പൗണ്ടേ ഉള്ളൂ. അപ്പം നമുക്കിതുവഴി ഇപ്രാവശ്യം പൈസ അയക്കാം. ഓക്കെ. അപ്പം ഇതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ നമ്മുടെ പഴയ കുറച്ച് മറ്റേ വെഡിങ് ആനിവേഴ്സറിയുടെ കുറച്ച് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ കാണാൻ 5 ഡ്യൂട്ടിക്ക് പോയിട്ട്. എനിക്ക് സമയമില്ല, ഞാൻ കുളിച്ച് വേഗം പോയിട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അവസാനം എൻ്റെ ഹാൻഡ് ഓവർ വിടാൻ എനിക്ക് ഞാൻ കാരണം അവർ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. അപ്പം നമുക്ക് ആ കുറച്ച് വീഡിയോസ് ഒക്കെ കാണാം. നമ്മള് നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് അയച്ചാ കേട്ടോ. ഫുള്ള് പാത്രങ്ങളാണ്, അധികം നമ്മളൊരു 10-16, എനിക്ക് തോന്നുന്നു 10-16 കിലോ ഉണ്ടാവും. 16.5 കിലോ അത്രേ ഉള്ളൂ. ഇത് കുഞ്ഞുമണിക്ക് ഷാമ്പു ഇതും മേടിക്കാൻ പറഞ്ഞ. നാട്ടിൽ നിന്ന് കടുക് കുറക്കാൻ വേണ്ടി പ്രത്യേക ഒരു പാത്രം ഇറക്കി. കുഞ്ഞിപ്പാത്രം കുഞ്ഞുമണി പെട്ടിക്കകത്ത് കയറിയിരിക്കുന്നു. കുക്കർ, ചെറിയ കുക്കർ. ഇത് വീട്ടിലിരുന്ന കുക്കറാ. ഇതൊക്കെ നമുക്ക് വീടിന്റെ പാലുകാച്ചിന് കിട്ടിയ കുക്കറാണ്. ഈ കുക്കർ വീടിന്റെ പാലുകാച്ചിന് കിട്ടിയതാണ്. മറ്റേത് ഞാൻ വലുത് മേടിച്ചാണ്. അല്ല, നമ്മുടെ അടുത്തിരിക്കുന്ന കുക്കറുകൾ രണ്ടും അലുമിനിയത്തിന്റെ കുക്കറുകളാണ്. കുക്കറിനുള്ളിൽ 2 നിധി തേൻമിഠായി, കുഞ്ഞു മുറുക്കും. മഞ്ഞ ഇനി അടുത്തൊരു സാധനം പൊട്ടിക്കുന്നു. അതുകൊണ്ട് അതിനകത്തൊരു മറ്റേ നമ്മുടെ മുറുക്കും. ഇത് കാസറോൾ ആയിരിക്കും, വീട്ടിലിരുന്നതാണ്. ഇതൊക്കെ ഞാൻ സൗദിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ. ഞാൻ സൗദിയിൽ നിന്ന് മേടിച്ചതാ. അടുത്ത ഒരു സാധനം പൊട്ടിക്കുകയാണ്. എന്തോ
എടാ മക്കളെ ഇഡലി പാത്രം ഇഡ്ഡലിപ്പാത്രമാണോ അതോ വേറെ ഇഡലിപ്പാത്രം അത് സ്റ്റീലിന്റെ ഞാൻ ഒരെണ്ണം മേടിക്കാൻ പറഞ്ഞതാ. നമ്മുടെ അടുത്തൊരു ചെറിയ അലൂമിനിയത്തിന്റെ ആയിരുന്നേ. മാക്സിമം അലൂമിനിയം അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ പെട്ടി പാക്കിങ് അല്ല അൺബോക്സിങ് പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി എന്ത് വെച്ചു? ഇനി നമ്മൾ വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് മുറിക്കാൻ പോവാണ്. വെഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് മുറിക്കാൻ കേക്കൊന്നും ഉണ്ടാക്കിയില്ല. ചില സാഹചര്യങ്ങൾ മൂലം പ്ലാൻ ചെയ്തു വെച്ചിരുന്നതാ മനസ്സില് കേക്ക് ഉണ്ടാക്കണം. പിന്നെ ഏതാണ്ട് ജാപ്പനീസ് കേക്ക് അത് ഞാൻ ചുമ്മാതെ വെറുതെ ഇങ്ങനെ കണ്ടപ്പോ നമ്മുടെ ജാപ്പനീസ് ചീസ് കേക്ക് ഉണ്ടല്ലോ, അതൊന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു ചെറുതുണ്ടാക്കിയായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു നമുക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹമായിരുന്നു. ഞാൻ ഉണ്ടാക്കാൻ എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിരുന്നു. ബട്ട് നടന്നില്ല. അതൊന്നും പ്രശ്നമുള്ള സാഹചര്യങ്ങൾ. അതെ, 10 വർഷമായി ഞങ്ങൾ 10 വർഷം സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ 10 വർഷമായിരിക്കുകയാണ് അല്ലേ? ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട്. ഡാഡിക്ക് അമ്മയ്ക്ക് ഒരു വിഷ് പോലും ചെയ്തില്ലോടെ? ശുങ്കു രാവിലെ വിഷ് ചെയ്തു. ശുങ്കു മാത്രമേ വിഷ് ചെയ്തോളൂ. അത് തന്നെ, എന്റെ ശുങ്കു വിഷ് രാവിലെ വന്ന് ഉമ്മയൊക്കെ തന്ന് വിഷ് ചെയ്തു. അതാണ് 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി ദൈവകൃപയാൽ ഞങ്ങൾ ഇന്ന് ആഘോഷിക്കാൻ പോവുകയാണ്. ആഘോഷമൊന്നുമില്ല, ആഘോഷമല്ല, എല്ലാം നമുക്ക് ഓരോ അങ്ങനെയല്ല. ആഘോഷം എന്ന് പറയുമ്പോ അങ്ങനെ അങ്ങനല്ല, നമ്മുടെ നമ്മുടേതായ രീതിയിൽ ഈവൻ നമ്മളൊരു തിരി കത്തിച്ച് വെച്ച് നമ്മളൊരു ചെറിയൊരു പീസ് കേക്ക് കട്ട് ചെയ്താൽ അതൊരു ആഘോഷമാണ്. നമ്മൾ സന്തോഷം കൊണ്ടാണ് അത് ചെയ്യുന്നത്. നമ്മുടേതായ രീതിയിൽ നമ്മൾ ആഘോഷിക്കാൻ പോകുന്നു. ഇത് എന്റെ പ്ലേറ്റ്. എനിക്ക് പെസഹായിക്ക് അപ്പം ചൂടാനുള്ള പുതിയ പ്ലേറ്റാ. എന്റെ പഴയ പ്ലേറ്റ് മമ്മി ചെടിക്ക് വെള്ളം പോകാതിരിക്കാൻ ചെടിക്ക് സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് വെച്ചോ. എന്റെ പുതിയത് മേടിച്ച കണ്ണാടി, സ്കൂളിലെയൊക്കെ കണ്ണാടി നമ്മുടെ പണ്ടത്തെ. അപ്പോ തമ്മിത്തല്ല് കൂടാതെ പിള്ളേരെ. വെള്ളം എടുക്കും, ഒരു മിനിറ്റ്. അപ്പം നമ്മൾ കേക്ക് മുറിക്കാം. അങ്ങനെയാണ് നമ്മുടെ 10ാമത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ ഒരു കുഞ്ഞു ഇംപ്രി കേക്കാണിത്. മറ്റേ ഇത് നമ്മുടെ എന്താ ജാപ്പനീസ് ചീസ് കേക്ക് ഉണ്ടല്ലോ, അതൊന്ന് പരീക്ഷിച്ച. ഇത് ആനിവേഴ്സറിക്ക് ഉണ്ടാക്കിയ കേക്കല്ല, അല്ലാതെ വെറുതെ ഉണ്ടാക്കിയതാ. പക്ഷെ ആനിവേഴ്സറിക്ക് കേക്ക് ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. നമ്മളോർത്തു ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്ന് സമാധാനപ്പെടേ തരാടെ, ഒന്ന് സമാധാനം. സബർക്കരോ നോ കേട്ടോ, അച്ചച്ച തല്ലാൻ പാടില്ല. ഇച്ചിച്ച സ്വഭാവ കേട്ടോ അത്. നോ, ഇവിടെ ഇരിക്കും. ഗുഡ് ഗേൾ ആയിട്ടിരിക്കും. രാത്രി 11:30 ഇപ്പം നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ്. ഞാൻ കുറേയൊക്കെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തു. പഴയ വീഡിയോ ആയിരുന്നു വെഡിങ് ആനിവേഴ്സറിയുടെ. അത്രയേ ഉള്ളായിരുന്നു ലോങ് വീഡിയോ ഒക്കെ ഉള്ളത്. ഞാൻ ബാക്കി ഒരു ചെറിയൊരു ക്ലിപ്പ് നമ്മുടെ ഷോർട്ട് വീഡിയോ ആയിട്ട് യൂട്യൂബിലെല്ലാം ഇട്ടായിരുന്നു വെഡിങ് ആനിവേഴ്സറിക്ക്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. സൈനിങ് ഓഫ് കൈപ്പൻസ്. മറ്റൊരു വ്ളോഗുമായിട്ട് അടുത്ത് തന്നെ കാണാം.